നമ്മൾ ദൃശ്യങ്ങൾ ഇപ്പോൾ ടി ജെ ജോസഫിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും മോദിയുടെ കേരള സന്ദർശനം അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ഇപ്പോൾ ശക്തി കേന്ദ്ര യോഗത്തിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നു. അത് ഏത് രീതിയിലാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആരെയൊക്കെ ക്ഷണിക്കണമെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും. എന്തായാലും മോദി രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം അത് നാടിന് സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനൊപ്പം തന്നെ എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി അതിനെ ഉപയോഗപ്പെടുത്താമെന്ന കൃത്യമായ ധാരണയോടെയാണ് BJP നീങ്ങുന്നത്, അല്ലെ? തീർച്ചയായും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 8 മാസത്തിനിടെ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഇതിനു മുൻപ് 2 ആഴ്ച മുൻപ് തൃശ്ശൂരിലെത്തിയിരുന്നു. ഈ തൃശ്ശൂരിലും അതിനു മുൻപ് 8 മാസം മുൻപ് കൊച്ചിയിലും നടന്ന സമ്മേളനങ്ങൾ, അതൊന്ന് യുവയായിരുന്നു. യുവ സമ്മേളനം കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള യുവജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഒരു പരിപാടിയായിരുന്നു. കൊച്ചിയിലെ തേവര SH കോളേജ് ഗ്രൗണ്ടിൽ നടന്ന വലിയൊരു മഹാസമ്മേളനം. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് തൃശ്ശൂരില് വിവിധ മേഖലകളിലുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ള ഒരു സമ്മേളനമായിരുന്നു. പക്ഷേ ഈ ശക്തി കേന്ദ്ര സമ്മേളനം, പ്രതിനിധികളുടെ സമ്മേളനം, അത് BJPയുടെ മാത്രം സംഘടനാ BJPയുടെ ഒരു പാർട്ടി പരിപാടിയാണ്, പാർട്ടി പൊതുപരിപാടിയാണ്. അവിടേക്ക് മറ്റ് പാർട്ടിക്ക് അപ്പുറം ഒരു പൊതുസമ്മതരെയോ സമൂഹത്തിന്റെ മറ്റു മേഖലകളിലുള്ളവർക്കോ ക്ഷണമില്ലായിരുന്നു. പക്ഷേ അവിടെയാണ് പ്രൊഫസർ TJ ജോസഫിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും കൈവിട്ട കേസ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള കേസാണ്. മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ആക്രമണത്തിന് ഇരയായ വ്യക്തിയാണ് പ്രൊഫസർ TJ ജോസഫ്. കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യത്തിലൂടെ പൊതുസമൂഹത്തിന് BJP നൽകുന്നുണ്ട്. കാരണം മുസ്ലിം വർഗീയതയ്ക്കെതിരെ, തീവ്രവാദത്തിനെതിരെ ഉള്ള BJPയുടെ ഒരു തുറന്ന നിലപാട്, ശക്തമായ നിലപാട്, അത് തുറന്നു കാട്ടുകയാണ് പ്രൊഫസർ TJ ജോസഫിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലൂടെ. സാധാരണ BJPയുടെ ശക്തി കേന്ദ്ര പ്രതിനിധികൾ, അതായത് BJPയുടെ ഹാർഡ് കോർ പ്രതിനിധികൾ മാത്രമാണ്, അവർക്ക് മാത്രമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണമുള്ളത്. കൃത്യം 7000 പേർക്ക് മാത്രം, ക്ഷണിക്കപ്പെട്ട 7000 പേർക്ക് മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിനപ്പുറം പ്രൊഫസർ TJ ജോസഫിനെ കൂടി ഈ കേസ് ഈ ഇതിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. നമുക്കറിയാം, നേരത്തെ ഈ പരിപാടിയില് ഈ കൈവിട്ട കേസുമായി ബന്ധപ്പെട്ട് 19 പേർക്ക് നേരത്തെ കോടതി ശിക്ഷ വിധിച്ചതാണ്. പക്ഷെ അവിടെയും കേസിലെ 1-ാം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കേസിലെ 1-ാം പ്രതിയെ NIA കണ്ണൂരിൽ നിന്നും പിടികൂടിയത്. അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ്. ആ സമയത്ത് പ്രൊഫസർ TJ ജോസഫിന്റെ മറുപടിയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഇയാളല്ല, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതി ഇവരാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല, എന്റെ മനസ്സിലെ 1-ാം പ്രതി ഇയാളല്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ, അത് രാഷ്ട്രീയ കേരളത്തിൽ വളരെയധികം പ്രസക്തമാണ്. ആ വിഷയം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ആ 1-ാം പ്രതി അറസ്റ്റിലായപ്പോൾ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത് എങ്ങനെ, ആരാണ് സഹായിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയും ഇത്തരത്തിൽ BJPയുടെ ശക്തി കേന്ദ്ര മീറ്റിംഗിൽ TJ ജോസഫിന് ക്ഷണം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെ അതിനെ കാണണ്ടേ? നമുക്കറിയാം, ഇത് വലിയ രീതിയിൽ, അതായത് ഒരു വർഗീയതയുടെ, മുസ്ലിം വർഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു പ്രൊഫസർ TJ ജോസഫിന്റെ കൈവിട്ട കേസ്. അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട, SDPI പോപ്പുലർ ഫ്രണ്ടിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട, അവർ പ്രതിക്കൂട്ടിലായ ഒരു കേസായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിക്കൂട്ടിലായ ഒരു കേസായിരുന്നു. പക്ഷെ അന്നും മുഖ്യ പ്രതിയെ ഈ കേസിൽ പിടികൂടാൻ കഴിഞ്ഞത് NIA സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ 13 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ണൂരിൽ നിന്നും, ഒളി സംഘത്തിൽ നിന്നും NIAക്ക് പിടികൂടാൻ കഴിഞ്ഞത്. അങ്ങനെ വീണ്ടും ഈ കൈവിട്ട് കേസ് ചർച്ചയിൽ സജീവമായൊരു സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനവും. ആ പരിപാടി, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന BJPയുടെ ഒരു പൊതുപരിപാടിയില് പ്രൊഫസർ TJ ജോസഫിന്റെ സാന്നിധ്യവും, നേരത്തെ യുവ സംഗമത്തിലും അതോടൊപ്പം മഹിളാ സംഗമത്തിലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർക്ക് ക്ഷണമുണ്ടായിരുന്നു. യുവ സംഗമത്തില് നടി നവ്യ നായരും അതോടൊപ്പം നവ്യ നായർ ഉൾപ്പെടെയുള്ള യുവ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന മഹിളാ സംഗമത്തില് ശോഭന ഉൾപ്പെടെയുള്ള, ശോഭനയും ഇടുക്കിയിലെ മറിയക്കുട്ടിയും മിന്നുമണി ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തിരുന്നു. അവർ വലിയ രീതിയിൽ ആക്രമണത്തിന്, സോഷ്യൽ മീഡിയ ആക്രമണത്തിനൊക്കെ ഇരയായതാണ്. ഈ പരിപാടിയിൽ BJPയുടെ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വേദി പങ്കിട്ടതിന്റെ പേരിൽ
വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയാകപ്പെട്ടതാണ് നവ്യ നായരും ശോഭനയും അടക്കമുള്ള പ്രശസ്തരായവർ പോലും. അവർക്ക് പോലും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചിത്രയ്ക്ക് ഗായികയായിട്ടുള്ള ചിത്രയ്ക്ക് പോലും സൈബർ ആക്രമണം നേരിട്ട സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ പ്രൊഫസർ ടി ജെ ജോസഫ് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും അത് രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇനി ഈ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം പ്രൊഫസർ ടി ജെ ജോസഫ് CPM-ന്റെ പല പരിപാടികളിലും ഒക്കെ പങ്കെടുത്തു വരുന്ന ഈ കൈവിട്ട് കേസിന് പിന്നാലെ അത്തരം പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാണ്. കാരണം അത് രാഷ്ട്രീയപരമായി പോലും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് ടോം കുര്യാക്കോസാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടി ജെ ജോസഫും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് ക്ഷണമുണ്ട്. അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോം പറഞ്ഞതുപോലെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്കിൽ പോലും കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായ പ്രൊഫസർ ടി ജെ ജോസഫ് ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്ന് നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയുന്ന കാര്യവുമാണ്. ടോം